ഓക്കെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ലെറ്റ്സ് പ്ലേ സീരീസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ പുതിയ ലെറ്റ്സ് പ്ലേ ആണ്, സർവൈവൽ. അപ്പോൾ ഒരു ജംഗിളിലാണ് നമ്മൾ ആദ്യം തന്നെ വന്നത്. വുഡ് ഉണ്ടാക്കാം. ഇവിടെയാണ് സർവൈവ് ചെയ്യാൻ നല്ല പാടാണ്. ഓ, ഇത് കിട്ടി. പൊട്ടണില്ല മൊത്തത്തിൽ. ഓ, അയ്യോ, ബ്ലോക്ക് അവിടുത്തെ ഇല്ല. ഡേർട്ട് ഒരെണ്ണം കിട്ടി. നമുക്കിനി ബേസ് കെട്ടണം, അതിന് വേണ്ടിയുള്ളതൊക്കെ പണിയണം. ലെറ്റ്സ് പ്ലേ ഞാൻ നല്ലൊരു ബേസ് തന്നെ കിട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓ, പിന്നെ ഞാൻ ഇന്ന് ടീമിട്ട് കളിക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്. ചിലപ്പോൾ അന്ന് കണ്ണൻ ജോയിൻ ചെയ്യും. ബാക്കിയുള്ളവരുടെ കാര്യം അറിയില്ല. അവർ ചിലപ്പോഴേ ഉണ്ടാവും. കണ്ണൻ ചിലപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു സ്റ്റേക്ക് വുഡ് ഉണ്ടാക്കിയാ ആദ്യം സ്റ്റോണൊക്കെ കണ്ടുപിടിക്കണം. ഇവിടെ ആണെങ്കിൽ വഴി തെറ്റും പെട്ടെന്ന്, അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. സ്പോൺ പോയിന്റ് സെറ്റ് ചെയ്ത് വരണം ഇവിടെ. അതിൽ ഇത്തിരി ടാസ്കുള്ള പണിയാണ്. ഇവിടുത്തെ പക്ഷെ ഒരു മരം വെട്ടുമ്പോഴേക്കന്നെ നമുക്കൊരു 30 വുഡൊക്കെ കിട്ടും. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം. പക്ഷെ ഇതിൻ്റെ കളർ എനിക്ക് തീരെ ഇഷ്ടമല്ല. ഈ ഒരു ബ്രൗൺ കളർ വുഡല്ല ഇത്. ബ്രൗൺ വുഡ് വെച്ചാൽ കാണാൻ നല്ല രസമുണ്ടാവും. ഈ വുഡിനൊരു ഇതുണ്ടാവില്ല. അത് ഇതിനെ പ്ലാങ്ക് ആക്കി കഴിഞ്ഞാൽ ബ്രൗണും അല്ല വൈറ്റും അല്ലാത്തൊരു കളറാണ്. യെസ്, ഇത് ഓ 30 കൂടുതൽ കിട്ടില്ലേ. ഇത് മൊത്തം വെട്ടുമ്പോഴേക്കും നമുക്ക് 40 ഉണ്ടാക്കാം. അപ്പം ഇങ്ങനത്തെ ഒരു 2 മരം വെട്ടി നമുക്ക് എളുപ്പമാണ്. അതും എനിക്കിഷ്ടപ്പെട്ടു. അത് വവ്വാലോ മേലെ കൂടെ പോയത് അറിയില്ല, എന്താ നോക്കണം. വവ്വാലിന് ഇതൊന്നും അതിൻ്റെ ശബ്ദം കേൾക്കേണ്ടി വരുന്നു. പിന്നെ അപ്പുറത്ത് വൈറ്റ് വുഡ് ഉണ്ട്. വൈറ്റ് വുഡ് വെട്ടിയൊരു രസമുള്ള കളറാണ്. എനിക്ക് അതിൻ്റെ കളർ ഭയങ്കര ഇഷ്ടം. ഇത് ആദ്യം ഇതൊരു സ്റ്റാക്ക് ആക്കിയിട്ട് നമുക്ക് അത് നോക്കാം. പിന്നെ ഇന്ന് നമ്മൾ ഷെയ്ഡർ ഇട്ടിട്ടുണ്ട്. വേറൊരു ഷെയ്ഡർ ഇട്ടിട്ടുള്ള, സാധാരണ ഇടുന്നതല്ല. ഇതിൽ ഒരുപാട് ബിൽഡ് ചെയ്യാൻ എനിക്ക് പ്ലാൻ ഉണ്ട്. ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പം ആദ്യം ഉള്ളതിനൊക്കെ ഒന്ന് പ്ലാങ്ക് ആക്കാം. എനിക്കൊരു 2.5 സ്റ്റാക്ക് കിട്ടിയിട്ടുണ്ട്. ഓ, ആട് 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 ആടിനെ കിട്ടുന്ന അത്ഭുതം. ആട് ഒരു ആടായി ഉണ്ട്. അയൺ അയൺ അയൺ. ഓ, ടൂൾസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ അയൺ കിട്ടി. അത് ഐ ലൈക്ക് ഇറ്റ്. വേഗമായി കുറച്ച് സ്റ്റോൺ വേഗം എടുക്ക്. ഓ, ആദ്യം ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്ക്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടേക്ക് എടുക്ക്. 3 ഉണ്ടാക്കി, ആവശ്യമില്ല ശരിക്കും. അയൺ ഇപ്പം തന്നെ മൈൻ ചെയ്യാം.
ആദ്യം സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് വേണമെന്നേ ഉള്ളൂ. സ്റ്റോൺ പിക്കാക്സ് യെസ്, വേഗം. ഒരു സ്റ്റോൺ പിക്കാക്സ് മതിയായിരിക്കും. ഇപ്പോൾ 3-4 ആയുണ്ട് തോന്നുന്നു. 4 കൂടുതലുണ്ട് തോന്നുന്നു. അതെ, 4 കൂടുതലുണ്ട്. ഇല്ല, 4 തന്നെ ഉള്ളൂ. പക്ഷെ ഈ മാപ്പ് തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് അയൺ കിട്ടി. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കോൾ സർവൈവ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളായിപ്പോൾ. സോംബിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. സാധാരണ ഈ സ്ഥലത്ത് സോംബീനൊന്നും കാണലില്ല. ഇപ്പം അതിൽ മാറ്റം ഉണ്ടാവുമെന്ന് അറിയില്ല. ഡർട്ടോയ്ക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ പൊട്ടിക്കാം. നമുക്ക് ഇവിടുന്ന് മുങ്ങാം. പോവാ. ഇവിടെ നല്ലൊരു കേവാണ്. നമുക്കൊരു കേവ് മാപ്പ് ഉണ്ടാക്കാം ഗൈസ്. ഇവിടുന്ന് അടിച്ചു വരുന്ന ശബ്ദം പോലെ കേൾക്കണേ. ഇല്ല, നമ്മൾ ഓടുന്നതിൻ്റെ ശബ്ദമാണ്. ഓ, ജംഗിളിൽ നിന്ന് നമ്മൾ വേറെ സ്ഥലത്തെത്തി. ഇപ്പോൾ എനിക്ക് സർവൈവ് ചെയ്യാനുള്ള ബേസാണ് വേണ്ടത്. വെള്ളത്തിൻ്റെ നടുക്കിൽ ഉണ്ടാക്കണോ അതോ ഇങ്ങനെ ട്രീ പോലെ കെട്ടിയിട്ട്? ഇനി നമുക്ക് അങ്ങനെ ഒരു കേവ് കണ്ടുപിടിക്കാൻ. അല്ല, ഒരു മിനിറ്റ്. ടോർച്ച് ഉണ്ടല്ലോ. ടോർച്ച് ഉണ്ടാക്കിയിട്ട് നമുക്ക് ചെറിയൊരു പണിയിട്ട് ഗൈസ്. തിരികെ അങ്ങോട്ട് തന്നെ ഒന്ന് വിട്ടിട്ട് നമുക്ക് ആ കേവിൽ നിന്ന് കുറച്ചും കൂടി അയൺ എടുത്തിട്ട് വരാം. സംഭവം എന്താണെന്ന് വെച്ചാൽ ആ കേവിൽ നിറയെ അയൺ ഉണ്ടാവും. പക്ഷെ ഞാൻ പോവാഞ്ഞതിൻ്റെ കാരണം അവിടെ സോംബി ഉണ്ടാവും കൂട്ടത്തിന്. നമ്മൾ കുറച്ച് ദൂരം അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. ഇനി തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റുമെന്ന് അറിയില്ല. ഓ, സോംബി മുങ്ങാൻ വല്ല. എവിടെ നിന്നാണോ അതിൻ്റെ ശബ്ദം കേൾക്കുന്നത്? അവിടെ വെയിനൊക്കെ ഉള്ളൊരു ട്രീ ഉണ്ട്. ശരി, ആടല്ലേ? അല്ല, ഇവിടെയൊക്കെ ഗൈസ് നമ്മുടെ ബേസ്. അതിനൊന്നും നോക്കാല്ല. ഒരു പ്ലാന് കണ്ടുപിടിച്ചു. അവിടേക്ക് സ്റ്റെയർ കേസ് പണിയെക്കാട്ടും നല്ല മറ്റേ വെയിന് പണിയായിരിക്കും. ഒരു മിനിറ്റ്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇതിലുണ്ടാക്കാൻ പറ്റില്ല. അപ്പം ഇത് വയ്ക്കാം. ഈ സ്റ്റെയർ കേസിന് ഒന്നിന് എത്ര ഇത് വേണം? 3, 4, 7 വേണം. എന്നാലും നമുക്ക് ഉണ്ടാക്കാം. ഒരു സ്റ്റിക്ക് ആവശ്യത്തിലത് എത്ര ഉണ്ടാക്കാം. 15 ലാഡറായിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം. ഇരുട്ടായി ഗൈസ്, അതാണ് ടാസ്ക്. അത് പണിയായി തോന്നുന്നു ഗൈസ്. കയറാൻ പറ്റുന്നില്ല മര്യാദക്ക്. പക്ഷേ വേഗം ബ്ലോക്ക് ഇട്ട് ചാടി പോവാ. ഇവിടെ വയ്ക്കാനും പറ്റില്ലല്ലോ ബ്ലോക്ക്. കഷ്ടി നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഗസ്. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് സമാധാനമായി. സ്റ്റെപ്പൊക്കെ നമുക്ക് നാളെ രാവിലെ റെഡിയാക്കാം. രാത്രി കഴിച്ചു കൂട്ടാനാണ് പണി. അവിടെ നമുക്ക് ഇത് വെച്ചെടുക്കാം. ഞാൻ ആദ്യം തന്നെ അയൺ കിട്ടിയപ്പോൾ ബാക്കിയൊക്കെ പെട്ടെന്ന് കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ ബാക്കിയാണ് കിട്ടാൻ ടാസ്ക്കായി.
ഇവിടേക്ക് ഇനി സ്പൈഡർ മാത്രമേ വരാൻ സാധ്യതയുള്ളൂ, വേറൊന്നും വരാൻ സാധ്യതയില്ല. ഓ, ഇനി ഇവിടെ അടയ്ക്കാം. ഇത് വീഴാണ്ട് നിൽക്കലാണ് ടാസ്ക്. ബ്ലോക്ക് തീർന്നു. ഒരു സ്റ്റാക്കോളം ബ്ലോക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് അധികം ഒന്നും ഉണ്ടാക്കിയതുമില്ല. ബട്ട് ഇത് നമുക്ക് എന്തായാലും 2 നില ഉണ്ടാക്കാം. പക്ഷെ ഞാൻ സാധാരണ ചെയ്യണം, മണ്ടത്തരം പ്രാവശ്യം ചെയ്യാണ്ട് ശ്രദ്ധിക്കണം. എന്താണെന്ന് എൻ്റെ വീഡിയോസ് സാധാരണ കാണുന്നവർക്ക് അറിയും. വേണ്ട അടയ്ക്കട്ടെ, അതാണ് ആദ്യം. അതുകൊണ്ട് ഇത് ഇത്ര വെക്കേണ്ട ആവശ്യം ഉണ്ട്, വേണമെങ്കിൽ പിന്നെ പൊട്ടിക്കാം. അപ്പം നമുക്കിനി അത് പൊട്ടിച്ച് വെക്കാനുള്ള ടൈമൊന്നുമില്ല ഗായ്സ്. ഇനി ഞാൻ പറഞ്ഞുതരാം ഞാൻ എപ്പോഴും ചെയ്യുന്ന മണ്ടത്തരം എന്താണ്. സ്ലാബ് ഉണ്ടാക്കും കുറേ, എന്നിട്ട് സ്ലാബ് വയ്ക്കും. ഓ, നമ്മളുടെ ഇപ്രാവശ്യം ഇത് കുറവുണ്ടാണ്. സ്റ്റോണ് രാവിലെ ആവണവരെ സർവൈവ് ചെയ്യാൻ ഫുഡ് പറഞ്ഞിട്ടില്ല, അതാണ്. ഒരു സ്റ്റാക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ഇങ്ങനെ ഇത് വയ്ക്കാം. ഇനി വെയിറ്റ് ചെയ്യേ, ഒരു മിനിറ്റ്. ഇവിടെ ഒരു ബ്ലോക്ക് വയ്ക്കി. അപ്പോൾ ഇവിടേക്ക് ആർക്കും ഇറങ്ങി വരാൻ പറ്റില്ല. ഇറങ്ങി വന്നാൽ നമുക്ക് അവരെ തീർക്കാൻ പറ്റും. ഒരു മിനിറ്റ്. ഇൻവെൻട്രിയിൽ എന്തൊക്കെ ഉണ്ട്? ഇൻവെൻട്രിയിൽ എന്തൊക്കെയുണ്ട്? ബാക്ക് ഇൻവെൻട്രിയിൽ 4 സ്റ്റോൺ കാണുന്നുണ്ട്. അപ്പോൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണമെങ്കിൽ ഇനി ആദ്യം പോകണം, അതാണ് പണി. അല്ലെങ്കിൽ താഴെ പോയി എടുത്തിട്ട് വരണം നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ. രാവിലെയോ കുറച്ച് സാൻഡ് അവിടെ കണ്ടായിരുന്നു ഞാൻ. സാൻഡും കൊണ്ട് കുറച്ച് ഗ്ലാസ് ഉണ്ടാക്കണം. ഇനി വുഡ് കണ്ടുപിടിക്കലാണ് ടാസ്ക്. ഇനി രാവിലെയാണ് ഇരിക്കണം. പിന്നെ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഒരു മാപ്പ് കാണിച്ചു തരാം. ഏതാണ് ആ മാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനിയൻ, അതായത് കണ്ണൻ ചെയ്ത മാപ്പാണ്. കണ്ണൻ്റെ മാപ്പ് ക്രിയേറ്റ് ചെയ്യുക. അത് സാധാരണ സർവൈവലിനെ കളിക്കൽ, പക്ഷെ ഒരു വെറൈറ്റിക്ക് വേണ്ടി കളിച്ചതാണ്. പുറത്തുനിന്നറിയാം സോംബിയുടെ ശബ്ദം. ഇനി 44 ബ്ലോക്കേ ഉള്ളൂ. നമുക്ക് നാളെ രാവിലെ പോയിട്ട് ബ്ലോക്ക് ഉണ്ടാക്കണം. എന്താ കാണണം? ബാക്ക് ടു ഗെയിം. ഓ, 17 അതെന്ത് ട്രിക്ക്? അതെനിക്കിഷ്ടപ്പെട്ട്. അത് നല്ല ട്രിക്ക്. ഒരെണ്ണം പൊട്ടിച്ചപ്പോൾ 17 കിട്ടി. അങ്ങനെ ഇല്ലായിരുന്നോ? സോംബിയൊന്നും എന്ത് വരാത്ത? സാധാരണ സോംബി ഇവിടെ വന്ന് ചാടും. അതും പ്രതീക്ഷിച്ചോണ്ടാണ് ഞാൻ നിൽക്കണേ. ആട്, പശു, ആരുടെയൊക്കെ കുറേ ശബ്ദം കേൾക്കുന്നുണ്ട്. രാവിലെ ആണ് വരെ വെയിറ്റ് ചെയ്യണം. എനിക്കാണെങ്കിൽ വേറെ പണിയും പറ്റി. എന്താന്ന് വെച്ചാൽ ക്രാഫ്റ്റിംഗ് ടേബിൾ താഴെപ്പെട്ടു. അപ്പോൾ ഇനി ആ ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മൾ രാവിലെ എടുത്തുകൊണ്ട് വരച്ച ശരി. ഒരു മിനിറ്റ്, ഗ്രാഫിക്സ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഗ്രാഫിക്സ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം.
ഗ്രാഫിക്സ് ഫുള്ള് തന്നെയാണല്ലോ. ഷെയ്ഡറിൻ്റെ പ്രശ്നമാണോ? രാവിലെ ആവാറായി തോന്നുന്നു. നോക്കട്ടെ. നക്ഷത്രമൊക്കെ കാണുന്നുണ്ട്, പക്ഷെ ഉണ്ടോ എന്താ ഡേറ്റ്? നാളെ എന്തായാലും കുറേ ഗ്ലാസ് ഉണ്ടാക്കണം. പിന്നെ കുറച്ച് വുഡും, ഒരു സ്റ്റാക്ക് വുഡ് ഉണ്ടാക്കിയാലാണ് പ്ലാങ്ക് ആക്കാൻ പറ്റൂ. ഇനെന്താ ചെയ്യുക? നമ്മുടെ ലൈറ്റ് ഉണ്ട്, പിന്നെന്താണ് ഞാൻ വെറുതെ ഇരിക്കുന്നത്? ഇടുക്ക് ലൈറ്റ് വയ്ക്കാം. യെസ് ഗൈസ്, ലൈറ്റായി. ഇനി ഞാൻ എന്തിനു പേടിക്കണം? ഇനി നമുക്ക് മൈനിങ്ങിന് സ്ഥലം ഉണ്ടാക്കണം. ചെസ്റ്റ് ഉണ്ടാക്കണ്ടേ? ചെസ്റ്റ് എവിടെയാണ്? ക്രാഫ്റ്റിംഗ് ടേബിൾ ഇപ്പോൾ 15 ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. ഒരെണ്ണത്തിന് 4 വുഡ് ഉണ്ടല്ലോ. പക്ഷെ ഒരു 4 വുഡ് കൊടുത്ത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ താഴെയുള്ളത് വെറുതെ വേസ്റ്റ് ആവും. അല്ലെങ്കിൽ അത് കയ്യിൽ വെക്കാൻ എടുക്കുക. അത് ഒരെണ്ണം ഇവിടെ ബേസിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരെണ്ണം നമുക്ക് അയണും കൊണ്ടൊക്കെ എപ്പോഴെങ്കിലും ടൂൾസ് ഉണ്ടാക്കേണ്ടി വരുമ്പോൾ ഉണ്ടാക്കാൻ. അത് എന്തായാലും ഇപ്പോൾ തന്നെ ഉണ്ടാക്കുക. അപ്പം വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. ഇവിടേക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ, ഇൻവെൻട്രി ഒന്ന് സെറ്റാക്കാണ്ട്. രാവിലെയോ? സംശയം. രാവിലെ വരായി, ലൈറ്റ് ഇവിടെ ആയി. ഒരു സോഡ്, അത് അത്യാവശ്യം. ചെസ്റ്റിനാട്ടോ 2 ചെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. യെസ്, ചെസ്റ്റ്. ഇനി എന്താ ഉണ്ട്? ഫർണസ് ഉണ്ടാക്കണ്ടേ? ഫർണസ് കാണുന്നുണ്ടോ അവിടെ? ഇല്ല. സ്ലാബ് ഒന്ന് എടുത്ത് നോക്കാം. സ്ലാബ്, അയ്യോ, അതിൻ്റെ ആഡിൽ കയറി ക്ലിക്ക് ചെയ്താന്ന് പറയണ്ട. ബാക്ക്. അയ്യോ, എന്തിൻ്റെ ആഡിൽ അറിയാണ്ട് ഞാൻ കയറി ക്ലിക്ക് ചെയ്താണ്. ശരിയില്ല. ജസ്റ്റ് ഒന്നും കൂടി ഉണ്ടാക്കി വെക്കണോ? അയ്യോ വേണ്ട, രാവിലെ ചെയ്തൊന്നു നോക്കട്ടെ. യെസ്, രാവിലെ. അപ്പോൾ നമ്മുടെ ആ മരം ഉണ്ടായിരുന്ന ഇവിടെ വന്നു. ചെഫ്റ്റിക്ക് സാധനങ്ങൾ എടുത്ത് വയ്ക്കാം. അയണൊക്കെ ചെസ്റ്റിൽ വയ്ക്കുകയാണ് നല്ലത്. ടോർച്ചും ഇപ്പോൾ ആവശ്യമില്ല, ഇത് ആവശ്യമില്ല. നമ്മളിപ്പോൾ മൈനിങ്ങിന് പോകണമെന്നില്ല. ലാഡർ ആവശ്യമില്ല, വൂൾ ആവശ്യമില്ല, വുഡ് ആവശ്യമില്ല. ആക്സ് ഉണ്ടാക്കണം. യെസ്, നല്ല മരം വെട്ടാൻ പറ്റൂ. ആക്സ് ഉണ്ടാക്കുക. കുറച്ച് ആക്സ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം സ്റ്റോൺ പോയി ഉണ്ടാക്കിയിട്ട് വരണം. ബാക്ക്. ഇൻവെൻട്രി ഒന്ന് കറക്റ്റ് ചെയ്യട്ടെ. യെസ് ഗൈസ്, സ്ഥലം മാറിയോ വെട്ടിയത്? നമുക്ക് എല്ലാ സൈഡും ഒന്ന് പൊളിച്ചു നോക്കാം. എവിടെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഇവിടെയാണോ? ഇവിടെയല്ലാതെ തോന്നുന്നു.
ആവാറാവുന്നു. എല്ലാ സൈഡ് ഞാൻ ഇങ്ങനെ പൊളിക്കുന്നുണ്ട്. ഇതാണ് തോന്നുന്നു, അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡ് ഉറപ്പിച്ചു. യെസ് ഗൈസ്, അപ്പുറത്തെ സൈഡ് തന്നെ. അതാ ആ കാണുന്ന ഒരു ആടല്ലേ. ഞാൻ ഇവിടെ വേഗം ഇതൊക്കെ നടക്കട്ടെ ബ്ലോക്ക് വെച്ചിട്ട്. അവിടെ അടിച്ചു. ഇവിടെ അടിച്ചു. എന്താ ഒരെണ്ണം കുറവ്. യെസ് യെസ്, ഇവിടെ തന്നെ അത്. പക്ഷെ നമ്മൾ ജസ്റ്റ് വെച്ച സാധനം ശരിയായില്ല. നമുക്ക് ആ 2 ബ്ലോക്ക് അവിടെ ഫില്ല് ചെയ്യാം. എന്നിട്ട് ഇവിടെ പൊട്ടിക്കാം. എന്നിട്ട് നമുക്ക് ചെസ്റ്റ് എടുത്ത് ഇവിടെ വയ്ക്കാം. പിന്നെ ഇന്നത്തെ സാധനങ്ങൾ കൈക്ക് എടുത്തിട്ട് ഇപ്പം മൈൻക്രാഫ്റ്റിൽ പുതിയൊരു ബഗ് വന്നിട്ടുണ്ട്. എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മുടെ ഒരു സാധനം പെട്ടെന്ന് വേറെ എന്തെങ്കിലുമായി മാറും. കഴിഞ്ഞ ദിവസം ഞാൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കയ്യിലുള്ള സാധാ പിക്കാക്സ് എനിക്ക് മീറ്റായിട്ട് കിട്ടി. പിന്നെ ഒരു ദിവസത്തേക്ക് ഡയമണ്ടായിട്ട് കിട്ടി. യെസ്, ഇനി ആ ചെസ്റ്റ് എടുത്ത് ഓക്കെ ചെസ്റ്റ് ഇവിടെ വെച്ചു. ബ്ലോക്ക് അയ്യോ, പിക്കാക്സ് എനിക്ക് വേണം. ഊട് വേണ്ട, ഇത് വേണ്ട, ഇത് വേണ്ട, ഇത് ആവശ്യമില്ല, ഇത് ആവശ്യമില്ല. ഇവിടുത്തെ 2 ബ്ലോക്കോ അതെടുത്ത് ഒരു ഡോറുണ്ടാക്കാം നമുക്ക് ആദ്യം. അപ്പം അതിനൊരു 1 2 3 4 ബ്ലോക്ക്. നമുക്ക് ഒരു മിനിറ്റ്, സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ടാണോ ഡോർ ഉണ്ടാക്കേണ്ടത്? ഡോർ ഉണ്ടാക്കാൻ പിന്നെ എന്താ, വുഡ് വെച്ചിട്ടാണോ പ്ലാങ്ക് വെച്ചിട്ടാണോ? വീണ്ടും നമുക്ക് പണി കിട്ടിയ അതേപോലെ കയറി പോയിട്ട് ബ്ലോക്ക് കയ്യിൽ വെച്ചത് നന്നായി. ഇവിടെ ബ്ലോക്ക് വെക്കാനും പറ്റില്ല അല്ലേ, വല്ലാത്തൊരു പ്രശ്നമായി അത്. എന്താ കേട്ടോ, ഇനിയുള്ള ബ്ലോക്കുകൾ എടുത്തിട്ട് നമുക്ക് പണിയുണ്ട്. താഴത്തുനിന്ന് ഇങ്ങോട്ട് കയറാനുള്ള സ്ഥലം അപ്ഗ്രേഡിങ്. അത് കഴിഞ്ഞാൽ റീസ്പോൺ സെറ്റിങ്. അപ്പുറത്ത് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തത് നമുക്ക് ഇങ്ങോട്ടാക്കിയാലും മതിയായിരിക്കും. ഒരു വില്ലേജർ സോംബി വരുന്നുണ്ട്. പൊന്നു നല്ല പണി കിട്ടി. ഇവിടെ ബ്ലോക്ക് വെക്കാനും പറ്റില്ല, അതാണ് പ്രശ്നം. ഇതാ പോണ് സോംബി. ഒരു വിശ്വാസത്തിൻ്റെ പുറമെ ചാടി വിജയിച്ചു. അമ്മേ, ഡോറ് നമുക്ക് പിന്നെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കാം. ഇപ്പോൾ ബ്ലോക്ക് ഇതിലേക്ക് 4 സ്റ്റിക്കായി കയ്യിലിരിക്കട്ടെ, എപ്പോഴെങ്കിലുമൊക്കെ ആവശ്യം വരും. ഇത് നമുക്ക് പിന്നെ പൊളിച്ചെടുക്കാത്. ഈ വുഡ് ആദ്യത്തെ ലൈഫ് നമുക്ക് പോയി കിട്ടി. ഇനി കേവ് ഇതെന്താ ഗ്രാവലല്ലേ, ഗ്രാവൽ കിട്ടിയിട്ട് കാര്യമില്ല.
നമുക്ക് മരം വെട്ടണം. പക്ഷേ മരം വെട്ടണമെങ്കിൽ ആക്സ് വേണം. ആക്സ് വേണമെങ്കിൽ എന്ത് വേണം കേട്ടോ? ഇതിനെ നൈസായിട്ട് കിട്ടി. ആടിനെ കിട്ടണ്ടോയെന്ന് നോക്കാം. നമ്മുടെ ബേസിൽ നിന്ന് വല്ലാണ്ട് പോവാനും പാടില്ല. അതാണ്. പശു മോനെ പശു 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 കംപ്ലീറ്റഡ്. ഇവിടെ തന്നെ കേവുണ്ട് ഗൈസ്. കേവിൻ്റെ ഉള്ളിൽ വിറ്റ കോഴിയാണ്. നമുക്കിനി കുറച്ച് സാധാ വുഡ് വേണം, നാലേ കാര്യമുള്ളൂ. പശു വേറെ എണ്ണം കൂടിയുണ്ട്. കേവിൻ്റെ അവിടെ അത് നമ്മൾ ചെറുതായി കുടുങ്ങി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കയറാനുള്ള വഴി ഉണ്ടാക്കി. ഇവിടെ കേവുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല സത്യം പറയാലോ. ഇരുട്ടായപ്പോഴേക്ക് ടോർച്ച് എടുക്കുക. 8 എടുത്തു, 16 ഉണ്ടായിരുന്നു. പകുതി 8 അവിടെ 8 എനിക്ക്. ഇവിടെയൊക്കെ ലൈറ്റിൻ്റെ ലെവൽ നോക്കിയിട്ട് വെക്കണം. ഇനി എവിടെയാണ് കേവ് ഉണ്ട്? കേവ് അപ്പുറത്തല്ലേ. ഇരുട്ടായ അറിയാൻ എന്തെങ്കിലും ചെയ്യണം. ക്ലോക്ക് ഉണ്ടാക്കാൻ എന്തൊക്കെ വേണമെന്നോ. ഇവിടെ സ്ഥലം അടിപൊളി, അതൊക്കെ ഇഷ്ടപ്പെട്ടു സ്ഥലം. യെസ് അയൺ ഉണ്ടെന്ന് തോന്നുന്നു. പറഞ്ഞില്ല അപ്പോഴേക്ക് അയൺ. യെസ് ഗൈസ്, ഈ കേവ് നമ്മൾ ഒരുപാട് ലൂട്ട് ചെയ്യും. ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ആണ് ഈ കേവ്. വേഗം നമുക്ക് അയൺ എടുത്തിട്ട് കുറച്ച് പണിയുണ്ട്. ആവശ്യത്തിലധികം അയണാണല്ലോ ഇവിടെ. ഈ മാപ്പ് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ സ്റ്റോണ് കാണുന്നതിന് മുമ്പ് കണ്ടത് അയണാണ്. അപ്പോൾ ഈ മാപ്പിന് നമുക്ക് നമ്മുടെ ലെറ്റ്സ് പ്ലേ നന്നായി എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ ലെറ്റ്സ് പ്ലേ മാപ്പുകൾ പോയത് കൊണ്ടാണ് ഞാൻ ലെറ്റ്സ് പ്ലേ മാറ്റിയത്. ഇപ്പോൾ വീണ്ടും ഇത് ഉറപ്പിച്ചു ഞാൻ. ഈ മാപ്പ് തന്നെയാണ് ഇനി നമ്മുടെ ലെറ്റ്സ് പ്ലേ ഇനി മുതൽക്ക്. അതിൽ ഇനി നോ മാറ്റം. ഇത് വേറെ എവിടെ? താഴെ എത്തിയോ? അയൺ കൂമ്പാരാണ് ഗൈസ്. നമുക്കൊരു പിക്കാക്സ് ഒന്നും മതിയാവില്ല. ഇവിടെ എന്തായാലും നമ്മൾ ഡയമണ്ട് ഈസിയായി കണ്ടുപിടിക്കും, അതിൽ വേറെ സംശയമൊന്നുമില്ല. യെസ് ഗൈസ്, ഇപ്പോൾ എത്ര 15 അയൺ. ഡർട്ട് പോലും കയ്യിലില്ല, അപ്പോഴേക്ക് 15 അയണായി. അതാണ് ഗൈസ് ഇവിടുത്തെ കാര്യം. ഗ്രാവലല്ലേ ഇത്? അപ്പോൾ ഫ്ലിൻറ്റ് ഇവിടെ ഉണ്ടാവുമല്ലോ. കുറച്ച് കോളും കൂടി എടുത്തിട്ട് പോവാം ഗൈസ്. ഇന്നത്തെ നമ്മുടെ ഡ്യൂട്ടി അങ്ങനെ തീരും. നമ്മൾ എവിടെയോ ഒന്ന് പെട്ടു ഗൈസ്. പെട്ടു മോനെ ദിനേശ. ടോർച്ചും തീർന്നു. അതൊരു 1.5 പെടലായി ഗൈസ്. എൻ്റെ ടോർച്ചും തീർന്നു ഭഗവാനെ. എനിക്ക് അയണിൻ്റെ കൗണ്ടല്ല ഇവിടെ വേണ്ടത്. എനിക്ക് ഇവിടെ വേണ്ടത് സ്റ്റോൺ, കോബ്ലർ സ്റ്റോൺ. യെസ്, അത് 9 ഉണ്ട്. ഞാനിവിടെ വന്ന് പെട്ട
അവസ്ഥയിലാണ് ഗൈസ്. ഇനി നമുക്ക് ഇവിടുത്തെ മൊത്തം പൊളിച്ചിട്ടാണ് പോവുക. കോളൊക്കെ പൊളിച്ചെടുത്തിട്ട് ഒറ്റ കയറ്റം കയറാം. അത്യാവശ്യം കോളുണ്ട് ഇവിടെ. പക്ഷെ ഞാൻ അടി പോയി പെടുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. മേലെ മിക്കവാറും രാത്രി ഉണ്ടാവും. അതിനുള്ള എല്ലാ സാധ്യതയും. ഓ സോംബി ലൈഫ് പോകാണ്ട് ശ്രദ്ധിക്കണം ഗൈസ്. ഓ നമുക്ക് നേരെ മേലെ പോവാം. അയ്യോ വഴിയും പോയോ? ഇല്ല, വഴി തെറ്റില്ല, കറക്റ്റ് തന്നെയാണ് വഴി. ഓ ഇതാ വീണ്ടും അയൺ. ഞാൻ മേലേക്ക് കയറാനുള്ള വഴി എവിടെ? ഓ രാത്രി ആയിട്ടില്ല എന്ന് പ്രതീക്ഷിക്കാം. ഗ്രാഫിക്സ് കണ്ടിട്ട് രാത്രി ആയിട്ടില്ല തോന്നുന്നു. ഓ എല്ലാവരും സ്റ്റോൺ ഞാൻ അടുത്ത് അവിടെയും വെച്ച്. നമ്മുടെ കയ്യിലുള്ള ഈ ഡസ്റ്റ് വെച്ചിട്ട് കയറാം. എൻ്റെ പൊന്നോ രാത്രി ഗൈസ്. നൈസായിട്ട് നമുക്ക് ഇവിടുന്ന് മുങ്ങാം, വീട്ടിൽ പോവാം. വേഗം ഓർഡർ രമേശേ. യെസ് കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം വീട്ടിൽ തിരിച്ചെത്തിയതിൻ്റെ സന്തോഷം. എവിടെ 17 അയൺ. ഇനി അവിടെ ആവശ്യത്തിന് അയൺ ഉണ്ട് ഗൈസ്. ടോർച്ച് കോൾ എടുത്തിട്ടുണ്ട്. ഇത് കോളല്ലേ, ഫ്ലിൻറ്റ് കിട്ടി. യെസ് ഗൈസ് ഒരു ഫ്ലിൻറ്റും കിട്ടിയിട്ടുണ്ട്. അമ്മോ പോയ കാര്യം മുതലായി. ഫുഡ് നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. സ്റ്റോൺ 3 സ്റ്റോൺ ഉണ്ട്. ഫർണസ് ഉണ്ടാക്കാൻ പറ്റുവാണോ നോക്കട്ടെ. ഇല്ല ഗൈസ്, ആക്സ് ഉണ്ടാക്കാൻ പറ്റും. ആക്സ് അപ്പം തന്നെ ക്രാഫ്റ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് എഗ്ഗ് 2 ഫുഡൊക്കെ ഇതിക്കാരണം വയ്ക്കാം. ലെതർ ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട് അല്ലേ. കുറച്ച് ടോർച്ച് ഉണ്ടാക്കട്ടെ. ടോർച്ച് ഉണ്ടാക്കിയില്ലെങ്കിൽ ഇപ്പോൾ പണി കിട്ടും. 11 ബ്ലോക്ക് എടുത്തിട്ടുണ്ട്. ടോർച്ച് യെസ് 2 പറ്റൂ. ബാക്കി സ്റ്റിക്ക് ഉണ്ടാക്കട്ടെ. ഇനി എത്ര എണ്ണം പറ്റും? 9 പറ്റും. ഒരു സ്റ്റാക്കിൻ്റെ അടുത്ത് ടോർച്ചായി. അപ്പോഴേക്ക് രാവിലെ ആയി തോന്നുന്നു. 27 ടോർച്ച് അതൊക്കെ മതി. രാവിലെ ആയോ? ഇല്ല, ബ്ലോക്കൊക്കെ ഇതിക്ക് തന്നെ തിരിച്ചു നോക്കി. പത്തെണ്ണം മതി. ഇൻവെൻട്രി സെറ്റ് ചെയ്യുക കറക്റ്റായിട്ട്. ഇവിടേക്ക് ആക്സ് എവിടെ ഇൻവെൻട്രിയിൽ? ഓ ആക്സ് ഇവിടേക്ക് ടോർച്ച്. ഗ്രാഫിക്സിൻ്റെ ആണോ ഷെയ്ഡറിൻ്റെ ആണോ എന്നറിയില്ല. അതോ ലൈറ്റ് വെച്ചത് കൊണ്ടാണോ എന്നറിയില്ല. മൊത്തത്തിൽ നല്ല വ്യൂ ആയി. ഇതിൻ്റെ മേലേക്ക് നില കെട്ടണം എന്നൊക്കെ ഉണ്ട് ഗൈസ്. പിന്നെ നില കെട്ടാൻ ഇത്തിരി കൂടി ടൈം എടുക്കും. നമുക്ക് ആദ്യം ഇപ്പോൾ ഇവിടേക്ക് ഫുഡിനും സർവൈവ് ചെയ്യാനുള്ളൂ. ഇപ്പോൾ 2ാമത്തെ നൈറ്റാണ്. ഇതുവരെ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അതിൻ്റെ ഒരു വിശപ്പുണ്ട്. യെസ് ഒരു ചിക്കൻ കഴിച്ചാലോ? ഇങ്ങോട്ട് പോയിസൺ അടിച്ചു ഗൈസ്. എനിക്ക് തോന്നിയായിരുന്നു പോയിസൺ അടിക്കുന്നത്. ഇനി കുറച്ച് ബ്ലോക്കൊക്കെ നാളെ കളക്ട് ചെയ്യണം.
ഇനി നമുക്കിന്ന് എന്താ ചെയ്യാനുള്ളത്? നാളേക്കുള്ള ഒരു പ്ലാനിങ് ചെയ്യണം. ഫുഡിന് നമ്മളൊരു സോഴ്സ് കണ്ടുപിടിക്കണം ഗൈസ്. ഓ, പറഞ്ഞില്ല, അപ്പം തന്നെ കിട്ടി. എനിക്ക് ഫുഡിനുള്ള സോഴ്സായി. ഒരു ബ്ലോക്ക് എടുക്ക്, ഒരേ ഒരു ബ്ലോക്ക്. നമ്മുടെ ബേസ് പോലത്തെ വേറെണ്ണം ഇവിടെയാണ്. ഇത് കിട്ടിയാലോ? അല്ലെങ്കിൽ ഇവിടേക്കാണ് നമുക്ക് അടുത്തത് വ്യൂവിന് കാണുത്തരങ്ങൾ നല്ല വ്യൂ കിട്ടും ഇവിടെ. ആഹാ, ഇനി വേറെ എന്ത് വേണം? ഫുഡുമായി ഒരു ആപ്പിൾ. സോംബിയൊക്കെ നമ്മളെ നോക്കി നിൽക്കുന്നുണ്ട്. ഓ, വെസ്പ ഒരു ബ്ലോക്കും കൂടി കുറയാളൂ. ഓ, അങ്ങനെ ബേസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അയ്യോ, ശ്രദ്ധിച്ചൊക്കെ നടക്കണം ഇത് കൂടെ. അമ്മോ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഉള്ള ബ്ലോക്ക് മൊത്തം എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം അറിയാം? ഉള്ള ബ്ലോക്കൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഒരു ബ്ലോക്ക്. ഈ മരത്തിൻ്റെ ഇല എടുത്തിട്ട് വേറെ കാര്യമൊന്നുമില്ല. ആകെ ഉപയോഗിക്കാൻ പറ്റുന്നത് എന്തിനാന്ന് വെച്ചാൽ, അയ്യോ, കത്തിക്കാൻ പറ്റും. ഓ, മൈൻക്രാഫ്റ്റ്. രാവിലെ വരെ സൂര്യോദയം. ഓ, കേട്ടോ, സൂര്യോദയത്തിൻ്റെ വ്യൂവിൽ സ്റ്റീവ് നിൽക്കണത് കാണണമെങ്കിൽ നിൽക്ക് ഒരു മിനിറ്റ്. മതി ബിജിട്ട് എനിക്കെന്നെ വെറുത്തു. നല്ല ലുക്ക്. ഓ, പറഞ്ഞില്ല. അപ്പം മഴ നമ്മളെ ചതിച്ചു ഗൈസ്. ഞാൻ എത്ര മൈനിങ് ഒക്കെ പ്ലാൻ ചെയ്താണ് അറിയോ, പക്ഷേ മഴ ചതിച്ചു ഗൈസ്. അതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓ, ഇവിടെയും ബ്ലോക്ക് വെച്ച് കൊടുക്ക്. യെസ് ഗൈസ്, ബ്ലോക്ക്. മഴയത്ത് നമുക്ക് മഴ സീനില്ല ഗൈസ്. നമുക്കിവിടെ പേടിക്കാണ്ടിരിക്കാം. ഇവിടെ പൊളിച്ച ആപ്പിൾ കിട്ടുമല്ലോ, കിട്ടണം. പറഞ്ഞിട്ട് പാട്ടൊക്കെ പാടേണ്ട ഞാനാണ്. ഓ, മഴയത്ത് സ്റ്റീവിൻ്റെ ലുക്ക് എങ്ങനെ ഉണ്ടാകും നോക്കാം ഗൈസ്. രാവിലെ തന്നെ നല്ല പെരുമഴ. രാവിലെ തന്നെ മൂഞ്ചിയ ദിവസം. ആഹാ, വ്യൂ മാറ്റി. ഇനി ഞാൻ നേരെ ബേസ് പോയിട്ട്, ബേസിലൊന്നും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അയൺ ഉരുക്കണമെങ്കിലും നമുക്ക് എന്ത് വേണം? മറ്റേ ഉരുക്കണ സാധനം വേണം. അതിൻ്റെ പേരെന്തരായിരുന്നു? ഫർണസ്. ഉരുക്കണമെങ്കിൽ ഫർണസ് വേണം. ഫർണസ് വേണമെങ്കിൽ ഫർണസ് ഉണ്ടാക്കണം.
ഫർണസ് ഉണ്ടാക്കണമെങ്കിൽ ഫർണസ് ഉണ്ടാക്കണം അതന്നെ. ഓ ഒരു ഏണി കിട്ടിയിട്ടുണ്ട്. ഒരു 9 ബ്ലോക്ക് കൂടി ഉണ്ട് ഗൈസ്. ഇത് മൊത്തത്തിലൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇവിടെ പ്ലെയിനായ സ്ഥലമായപ്പോൾ ലുക്കൊക്കെ വന്നു. പക്ഷെ അതുപോലെ വേറെയും പ്രശ്നങ്ങൾ നമ്മൾ എടുത്ത് ചാടുകയൊക്കെ ചെയ്യും ചിലപ്പോൾ. അതൊക്കെ ഒരു പ്രശ്നമാണ്. ഇപ്പം എന്താ നമുക്ക് ബേസിൽ റീസ്പോൺ സെറ്റ് ചെയ്ത പിന്നെ ഒന്നും പേടിക്കേണ്ട ഗൈസ്. അങ്ങനെ ഒരു സംഭവമുണ്ട്. റീസ്പോൺ സെറ്റ് ചെയ്ത വേറൊന്നും പേടിക്കേണ്ട. റീസ്പോൺ സെറ്റ് ചെയ്യണമെങ്കിൽ വൂള് വേണം. അത് 3 വൂളുണ്ടെങ്കിൽ നമുക്ക് ബെഡ് ഉണ്ടാക്കാം. ബെഡ് ഉണ്ടാക്കിയാലാണ് റീസ്പോൺ സെറ്റ് ചെയ്യാൻ പറ്റൂ. ബെഡ് ഉണ്ടാക്കണമെങ്കിൽ ടാസ്ക്കാണ്. നമുക്കാണെങ്കിൽ ഇവിടെ ഒറ്റ വൂളിനെ കിട്ടാനില്ല ഇരിക്കണം. നമ്മൾ സ്പോണായ സ്ഥലത്ത് നിന്ന് ഒരു വൂളിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി എന്താണെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. നല്ല വ്യൂ ഒക്കെ നോക്കി മഴയൊക്കെ കൊണ്ടിരിക്കുക. ഇത്തിരി പനിയൊക്കെ വരുമ്പോൾ നല്ല രസമുണ്ടാവും. ഏതാ വൈബ്. ഇതിൻ്റെ മേലേക്ക് കയറിയല്ലോ വെറുതെ. കയറി മൊത്തം വ്യൂ ആണ് നമുക്ക്. ഇവിടെ പക്ക വ്യൂ ഉണ്ട്. ഇവിടെ വലിയൊരു പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടാക്കി ഇവിടെ ഒരു ഫാമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ സെറ്റാവും. അയണ്ടായിട്ട് അയൺ ടൂൾസ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല പറഞ്ഞാൽ അതൊരു വല്ലാത്ത പ്രശ്നമല്ലേ ഗൈസ്. അത് ഞാൻ ഇപ്പോൾ അയൺ എടുത്തിട്ട് കാണിച്ചു തരാം. അത്രയും അയൺ ഉണ്ട് എൻ്റെ കയ്യിൽ. ഒരു ഫാൻ ഉണ്ടാക്കാൻ പറ്റില്ല. അയ്യോ, അയൺ മാത്രം പോരാ, മറ്റേ ബ്ലോക്കും കൂടി വേണം. അതൊറ്റൊന്നുമില്ല. പിന്നെ അയൺ ഉരുക്കും കൂടി വേണേ. നമുക്ക് നാളെ രാവിലെ വരെ ഇവിടെ വെറുതെ ഇരിക്കണേല്. ഗൈസ്, ഇതിൽ മഴ മാറുമ്പോഴേക്ക് ഞാൻ നിങ്ങൾക്ക് ഒരു മാപ്പ് കാണിച്ചു തരാറുണ്ടല്ലേ. ആ മാപ്പ് കാണിച്ചു തരാം. ഒരു മിനിറ്റ്, ഇതാണ് കാണുന്ന മാപ്പ്. യെസ് ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞില്ലേ കണ്ണപ്പനുണ്ടാക്കിയ മാപ്പെന്ന്. യെസ് ഗൈസ്, ഇതാണ് ആ മാപ്പെന്ന് തോന്നുന്നു. തുറക്കാൻ പറ്റാത്ത ഈ ഡോർ തുറക്കാൻ പറ്റില്ലേ? പുറത്തിറങ്ങ്, അടക്കി. പറക്കുകയാണോ? പറക്കുമല്ല തോന്നുന്നു. നിൽക്കുകയായിരുന്നു, ഇരിക്കുകയായിരുന്നു. ലുക്ക് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ലുക്ക്. അവൻ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ ഒരു ബേസാണ്. എനിക്ക് ബേസിനെ കുറിച്ചൊന്നും പറയാനൊന്നുമില്ല. ഇതോ ഇവിടെ ഒരു സോഫ ഉണ്ടാക്കിയിട്ടുണ്ട് അവൻ. പിന്നെ പശുവിൻ്റെ പോലത്തെ കാർപ്പറ്റ് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു എൻചാൻറ്റിംഗ് ടേബിൾ വെച്ചിട്ടുണ്ട്. ബുക്ക് ഷെൽഫ് ക്രിയേറ്റീവായ കൊണ്ട് നമുക്ക് സെറ്റാക്കാം. ബെഡ് വെച്ചിട്ടുണ്ട് അവൻ. ചിമ്മിണി വെച്ചിട്ടുണ്ട്, അതെനിക്കിഷ്ടപ്പെട്ടു. ഫ്രണ്ടിക്ക് നീങ്ങാൻ പറ്റില്ലല്ലോ. അതാണ് ട്രാപ്പ് ഡോർ വെച്ചത്. ട്രാപ്പ് ഡോർ വേണമെങ്കിൽ അടച്ചു വയ്ക്കാം. അയ്യോ, അത് ഇരട്ടിപ്പണിയായോ? ഒരു സംശയം പോലെ. അത് ശരിയാക്കി. ബുക്ക് ഷെൽഫ് മേലെയുണ്ട്. വുഡ് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളൊരു വീടാണ് അവൻ. പ്ലാങ്കും വുഡും. ഇവിടെ കുറേ ഫോട്ടോസൊക്കെ തന്നെ വെച്ചിട്ടുണ്ട് അവൻ. മാപ്പ് ഉണ്ടാക്കിയാണോ? നമ്മുടെ എന്തായിന്ന് പോയി നോക്കാം.
അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത് ഇത്തിരി ലോങ്ങായി തോന്നുന്നു വീഡിയോ. സെക്കൻഡ് പാർട്ടിൽ നമുക്ക് ബാക്കി റെഡിയാക്കാം. അപ്പോൾ സെക്കൻഡ് പാർട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.